ജലീൽ കാർഡിയോതൊറാസിക് സർജൻ KMCT മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിരിക്കുന്നത് തൃശ്ശൂർ പഴയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഞങ്ങളുടെ ഒരു ടീം ഉണ്ടാക്കി വെച്ചൊരു ക്ലിനിക്കുണ്ട്. ഇവിടെ നവോദയ റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ക്ലിനിക്കുണ്ട്. അപ്പോൾ ആ ക്ലിനിക്കിൽ ഞാൻ ഇന്ന് വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ ഷുഗറിൻ്റെ അവയർനെസ്സിനെ പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാനിവിടെ വന്നു. അപ്പോൾ ഷുഗറിനെ പറ്റി ക്ലാസ് എടുക്കാനും അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനും അതിലൊരു ഡയബറ്റിക് ചാർട്ട് ഉണ്ടാക്കാനും ആ ചാർട്ടുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ ഡയറ്റിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാക്കാനും മെഡിസിൻസിൻ്റെ ലിസ്റ്റ്, റെഗുലർ എക്സസൈസ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സർപ്രൈസിംഗ്ലി ഇന്ന് ഒരു കേസ് വന്നിട്ടുണ്ട്. അതായത് ഷുഗറിൻ്റെ പല പല കോംപ്ലിക്കേഷൻസ് നമുക്കറിയാം. അതിൽ ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ലൈഫ് ത്രെട്ടനിങ്, അതായത് ജീവൻ വരെ അപകടം സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷൻ ഇന്ന് നമുക്ക് ഇവിടെ കേസ് വന്നു. പേഷ്യൻ്റ് വന്നത് വെറും വയറുവേദന എന്ന് പറഞ്ഞിട്ട് മാത്രമാണ്. അപ്പോൾ വയറുവേദന എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഷുഗറിൻ്റെ ഒരു കോംപ്ലിക്കേഷനായ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതിൻ്റെ പല പല സ്റ്റേജിലുണ്ട്. ഈ ആൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് സ്റ്റേജ് 1, സ്റ്റേജ് 2 ആ ലെവലിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ മാനേജ് ചെയ്യുന്നുണ്ട്. ആ പേഷ്യൻ്റ് ഇപ്പോൾ വാർഡിലുണ്ട്. നമുക്ക് ആ ഇത് കാണാം നമ്മൾ എങ്ങനെയാണത് മാനേജ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ICUലാണ് മാനേജ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ തൽക്കാലം വാർഡിൽ വെച്ച് മാനേജ് ചെയ്യുന്നു, സ്റ്റേജ് കുറവായതുകൊണ്ട് മാത്രം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ പേഷ്യൻറ്റിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ പേഷ്യൻ്റ് തന്നെ നിങ്ങളോട് പറയും പേഷ്യൻ്റ് എന്തായിരുന്നു കംപ്ലൈൻറ്റ് വന്നപ്പോൾ എന്നുള്ളത്. നിങ്ങൾക്ക് എന്തായിരുന്നു കംപ്ലൈൻറ്റ് വന്നപ്പോൾ? ഇവിടെ ഈ നെഞ്ചിൻ്റെ ഈ സൈഡ് ഭാഗത്ത് വേദന വന്നു. ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ വേദന കുറവില്ലാണ്ടായപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതാണ്. ആരോട് അറിയിക്കാണ്ട് ഓടിയല്ലേ? അല്ലല്ലോ, ഇവിടെ മകളുടെ കുട്ടികളെ കണക്കുണ്ടായിട്ട് പറഞ്ഞു. അവർ പറഞ്ഞപ്പോൾ അവർ കുട്ടി ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ നോക്കിയപ്പോഴാണ് ഷുഗർ 480, പ്രഷർ 110. അപ്പോൾ അങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഏതൊരു പേഷ്യൻ്റ് ഷുഗറിൻ്റെ പേഷ്യൻറ്റും വയറുവേദനമായിട്ട് വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഷുഗർ ചെക്ക് ചെയ്യുക. അതുപോലെ യൂറിനിലൊരു ടെസ്റ്റ് ഉണ്ട്, അസെറ്റോൺ ബോഡി, അത് കീറ്റോൺ ബോഡി എന്ന് പറയും. അസെറ്റോൺ എന്ന് പറയുന്ന ഒരു സാധനം, അതും പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെ അഗ്രസീവായിട്ട് ട്രീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് തെറാപ്പിയാണ് അതിൻ്റെ മെയിൻ. അതിൻ്റെ അകത്ത് ഇൻസുലിനും ഫ്ലൂയിഡും 24 hours ICU മാനേജ്മെൻ്റ് ആണ് വേണ്ടത്. പക്ഷേ ഇവർ സ്റ്റേജ്, അതായത് ഇതിനൊരു 3 സ്റ്റേജ് ഉണ്ട്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുന്ന ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഉണ്ട്. അപ്പോൾ ഇവർ വന്നിരിക്കുന്നത് ആ സെക്കൻഡ് സ്റ്റേജിലാണ്. സെക്കൻഡ് സ്റ്റേജിലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ വാർഡിൽ വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ICUയിൽ തന്നെ മാനേജ് ചെയ്യേണ്ടി വരും. മാത്രമല്ല ആ സമയത്ത് നിങ്ങൾക്ക് ബോധത്തിനൊക്കെ ചില മറവിലൊക്കെ സംഭവിക്കും. മറവി ഉണ്ടാവും, ആളെ തിരിച്ചറിയില്ല, അങ്ങനെയൊക്കെ എത്തും. പക്ഷെ നമ്മൾ ആ സ്റ്റേജിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഷുഗറുകാരൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ ഷുഗറിൻ്റെ കാര്യങ്ങൾ, അതുപോലെ കോംപ്ലിക്കേഷൻ, ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ക്രോണിക് കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. കാർഡിയാക് ഇഷ്യൂസ്, പിന്നെ തിമിരം എന്ന് പറയുന്ന സാധനം, അതേപോലെ റീനൽ ടോക്സിസിറ്റി, അതേപോലെ തന്നെ നെഫ്രോടോക്സിക് ആണ്. അതേപോലെ തന്നെ ചെറിയ ചെറിയ രക്തക്കുഴലുകൾ ഇങ്ങനെ ദ്രവിച്ചു പോകുന്നത്, ആർട്ടീരിയോസ്ക്ലീറോസിസ്, അതെറോസ്ക്ലീറോസിസ് എന്നൊക്കെ പറയും. അതേപോലെ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്, സ്ട്രോക്ക് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ. പക്ഷെ അതൊക്കെ ലോങ് ടൈം ആണ്. അതായത് 10 വർഷത്തിന് മേലെ കൺട്രോൾ ഇല്ലാണ്ട് പോയാൽ. പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതികളാണ്. ഇതിൽ മെയിനായിട്ട് ഗുളികകളൊന്നും അല്ല. ഇതിൽ മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ഡയറ്റ്, റെഗുലർ എക്സസൈസ്, ഫ്രീക്വൻറ്റ് മീൽസ് എന്ന് പറയും. 3 നേരമുള്ള ഭക്ഷണം അതിനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് 6 നേരമായിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇടയിലൊക്കെ ഈ ഫുഡ് അങ്ങോട്ട് വരുമ്പോൾ ഒരു ട്രിഗർ കിട്ടുമ്പോൾ ഇൻസുലിൻ റിലീസ് ചെയ്യും. അപ്പോൾ ഷുഗർ ഡൗൺ ആവും. അതേപോലെ ഷുഗറിൻ്റെ അതുപോലെ പിന്നെ ഭക്ഷണത്തിൻ്റെ രീതികൾ കുറച്ച് മാറ്റങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലിസ്റ്റൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന രൂപത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു നല്ലൊരു പിന്നെ ഒരു ടീമുണ്ട്, ഡയബറ്റീഷ്യൻ ടീമുണ്ട്, ഡയബറ്റോളജി, അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കുറച്ചും കൂടെ ഇതിനെ റിഫൈൻ ചെയ്യാനുണ്ട്. അതിൻ്റെ ശേഷം ഈ സാധനങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. രാത്രി ഒരു 12 മണിക്കൂർ വയറ് കാലിയായിട്ടിരിക്കണം. ആ സമയത്ത് നല്ല റെസ്റ്റും വേണം, അഡീക്വേറ്റ് റെസ്റ്റ്. അതിനാണ് ഈ പേഷ്യൻ്റ് രാത്രി ഉറക്കമൊഴിയാണ്ട് ശരിക്കും ഉറങ്ങണം എന്ന് പറയുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനമാണ്. അതേപോലെ തന്നെ ക്ലോസ് മോണിറ്ററിങ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു ചാരിറ്റി പോലെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. വെറും 20 രൂപ, 20 രൂപ താഴെയുള്ള ഒരു ചിലവ് വരുന്നൊരു പരിപാടി. വന്ന് ഷുഗർ ചെക്ക് ചെയ്യുന്നു, അതൊരു ചാർട്ടിൽ എഴുതി വെക്കുന്നു, കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ അതിൻ്റെ അകത്ത് എഴുതി വെക്കുന്നു, ഇന്ന് രാവിലെ കഴിച്ചതെന്താണ് ചോദിക്കുന്നു. അങ്ങനെ ഒരു മോണിറ്ററിങ് രീതികളും ഇവിടെ നമ്മൾ ഇതിൻ്റെ പുറത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡയബറ്റിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അതുവരെ ബൈ.